ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, സമ്പത്ത് നഷ്ടം ഭയന്ന് വാക്കാലുള്ള കരാർ ലംഘിക്കുന്നതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്ത് എന്നുള്ളതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മുസ്ലിം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ കരാറുകൾ പാലിക്കാൻ തീർച്ചയായിട്ടും ബാധ്യസ്ഥനാണ്. അത് രേഖാമൂലമുള്ള കരാറുകളാകട്ടെ, വാക്കാലുള്ള കരാറുകളാകട്ടെ, അത് പാലിക്കൽ നിർബന്ധമാണ്. അത് ലംഘിക്കുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ്. പരിശുദ്ധ ഖുർആൻ നിരവധി സൂക്തങ്ങളിലൂടെ ആ കാര്യം ഉണർത്തുന്നുണ്ട്. 17-ാം അധ്യായത്തിലെ 34-ാം സൂക്തം, വഔഫൂ ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊലാ, നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കുവിൻ, കരാറുകൾ പാലിക്കുവിൻ, തീർച്ചയായും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ്. അതുപോലെ തന്നെ വബി അഹ്ദില്ലാഹി ഔഫൂ, കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കണം. സൂറ അൻആമിലെ 152-ാമത്തെ വചനം. സൂറത്തുർ റഅദ് 2 പറയുന്നു, അല്ലദീന യൂഫൂന ബിഅഹ്ദില്ലാ വലാ യൻഖുദൂനൽ മീസാഖ്. കരാറുകൾ പ്രിയമുള്ളവരെ, അത് പാലിക്കണം, പൂർത്തീകരിക്കണം. അത് ലംഘിച്ചുകൂടാ. ലംഘിക്കുക എന്നുള്ളത് തെറ്റാണ് എന്നാണ് ഇത്തരം സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നബിയുടെ വചനങ്ങളിലും അത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. സൂറ അൽ ബഖറ 40-ാം സൂക്തത്തിൽ പറയുന്നത് വഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും എന്നാണ്. അള്ളാഹുവിനോടുള്ള കരാറുകൾ അത് നിങ്ങൾ നിറവേറ്റുക, എന്നാൽ അള്ളാഹു നിങ്ങളോടുള്ള കരാറും നിറവേറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കരാറുകൾ അള്ളാഹുവിനോടുള്ളതാകട്ടെ, ജനങ്ങളോടുള്ളതാകട്ടെ, ഒരു വിശ്വാസി അങ്ങനെ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പാലിക്കുവാൻ, നിറവേറ്റുവാൻ അവന് ബാധ്യസ്ഥനാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, കരാറുകൾ ലംഘിക്കുക എന്നുള്ളത് അത് ഗുരുതരമായ ഒരു തെറ്റായിട്ട് ഇസ്ലാം കാണുന്നു. കപട വിശ്വാസത്തിൻ്റെ ലക്ഷണമായിക്കൊണ്ട് അത്തരം സ്വഭാവത്തെ ഇസ്ലാം കാണുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 3178, സഹീഹ് മുസ്ലിമിലെ 58 വചനം നമ്പറുകളിൽ വന്നിട്ടുള്ള വചനം ഇങ്ങനെയാണ്. عن عبد الله بن عمرو رضي الله عنهما قال قال رسول الله صلى الله عليه وسلم أربع من كن فيه كان منافقا خالصا. അതായത് 4 സംഗതികളുള്ള ഒരു വ്യക്തി അവൻ ശുദ്ധനായ കപടവിശ്വാസിയാകുന്നു, തനിച്ച കപടവിശ്വാസിയാകുന്നു എന്നർത്ഥം. എന്താണ് 4 കാര്യങ്ങൾ? മൻ ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയുന്നു. വൈദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്നു. വൈദാ ആഹദ ഗദറ, അവൻ കരാറിൽ ഏർപ്പെട്ടാൽ അത് ലംഘിക്കുന്നു. വൈദാ ഖാസമ ഫജറ, അതുപോലെ തർക്കം നടത്തിക്കഴിഞ്ഞാൽ, തർക്കമുണ്ടാകുമ്പോൾ അവന് മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് പറയുന്നു, വമൻ കാനത്ത് ഫീ ഖസ്ലത്തും മിൻഹുന്ന, ഈ 4 സംഗതികളിൽപ്പെട്ട ഏതെങ്കിലും ഒന്നാണ്, കാനത്ത് ഫീ ഖസ്ലത്തും മിനൻ നിഫാഖ് ഹത്താ യദഅഹ, ഈ 4 കാര്യങ്ങളുണ്ടായാൽ പൂർണ്ണനായ തനിച്ച ഒരു മുനാഫിക്കായി, അവൻ കപടവിശ്വാസിയായി. 4-ൽ ഏതെങ്കിലും ഒരു കാര്യമാണ് ഉണ്ടായതെങ്കിലോ അത്രയും കാപട്യം അവൻ്റെ, അത്രയും നിഫാഖ് അവൻ്റെ ജീവിതത്തിലുണ്ട്, മനസ്സിലുണ്ട് എന്നർത്ഥം. അത് ഒഴിവാക്കുന്നത് വരെ എന്നാണ് റസൂൽ പറയുന്നത്. മറ്റൊരു വചനം സഹീഹുൽ ബുഖാരിയിൽ 1870 നമ്പർ വചനമുണ്ട്. സഹീഹ് മുസ്ലിമിൽ 1370 നമ്പർ വചനം. അതിൽ പറയുന്നത്, അൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഗ്ഫറ മുസ്ലിമൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ. അതായത് ഒരു മുസൽമാൻ ഒരു മുസ്ലിമിനെ കരാർ ചെയ്തിട്ട് അത് ലംഘിക്കുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം, മലായിക്കത്തുകളുടെ ശാപം, അതുപോലെ തന്നെ
വന്നാസി അജ്മഈൻ, ജനങ്ങളുടെയും ശാപം അവനുണ്ടായിരിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഫമൻ അഗ്ഫറ മുസ്ലിമൻ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ എന്നിട്ട് പറയുന്നു, ലാ യുഖ്ബലു മിൻഹു സർഫുൻ വലാ അദ്ലുൻ. സഹോദരങ്ങളെ, അവൻ്റെ അടുത്ത് നിന്ന് കർമ്മങ്ങള്, ഫറലും സുന്നത്തൊക്കെ ആയിട്ടുള്ള കർമ്മങ്ങള് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. അപ്പം അത്രമാത്രം ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് കരാർ ലംഘിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഫറലുകളും സുന്നത്തുകളും സ്വീകരിക്കപ്പെടാതിരിക്കാൻ, അതുപോലെ തന്നെ ശാപം കിട്ടാൻ, ആരുടെയൊക്കെ, അള്ളാഹുവിൻ്റെയും അതുപോലെ മലായിക്കത്തുകളുടെയും ജനങ്ങളുടെയും ഒക്കെ ശാപം കിട്ടാൻ കാരണമായി തീരുന്ന ഒന്നാണ് കരാർ ലംഘനം എന്നർത്ഥം. സഹീഹുൽ ബുഖാരിയിൽ 6178 നമ്പർ വചനമുണ്ട് പ്രിയമുള്ളവരെ. ആ വചനത്തിലെ കരാർ ലംഘനത്തെക്കുറിച്ച് പറയുന്നത് ഏറെ ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് മഹാനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുകയാണ്, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു. എന്താ പറയുന്നത്? ഇന്നൽ ഗാദിറ യുൻസബു ലഹു ലിവാഉ യൗമൽ ഖിയാമ, കരാറുകൾ ലംഘിക്കുന്ന വഞ്ചകനായിട്ടുള്ള ഇന്നൽ ഗാദിർ, അങ്ങനെയുള്ള വഞ്ചകനായിട്ടുള്ള ഒരാള്, അയാൾക്ക് ഒരു അന്ത്യനാളിൽ ഒരു കൊടി നാട്ടപ്പെടും. ഫയുഖാൽ, എന്നിട്ട് പറയപ്പെടും, ഹാദിഹി ഗദറത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇത് ഇന്ന ആളെ വഞ്ചിച്ചതിൻ്റെ ഫലമായി കൊണ്ടാണ് ഇത് ധരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇത് സഹീഹുൽ ബുഖാരിയിൽ 6178 നമ്പർ വചനമാണ്. സഹീഹ് മുസ്ലിമിൽ 1735 നമ്പർ വചനമാകുന്നു. അപ്പോൾ അത്രമാത്രം അപമാനകരമായ അവസ്ഥ വഞ്ചകന്മാരായ ആളുകൾക്കുണ്ടാവും, കരാർ ലംഘിക്കുന്ന ആളുകൾക്കുണ്ടാകും. അപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് നടത്തുന്ന കരാറുകൾ അത് വാക്കാലാണെങ്കിലും അത് പാലിക്കാൻ ബാധ്യസ്ഥനാണവൻ. അതുകൊണ്ട് തന്നെ കരാറുകൾ നിർവഹിക്കുമ്പോൾ, കരാറുകൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നാണ് ഉണർത്തുവാനുള്ളത്. അല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.